ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ സ്നേഹം നിറഞ്ഞ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, വിധികർത്താക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മനോഹരമായ ഇബ്തിഹാജിന്റെ വേദിയിലാണ്. അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ എന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എനിക്കിന്ന് ഇവിടെ തെരഞ്ഞെടുപ്പിട്ടിരിക്കുന്ന വിഷയം ഖുർആനിന്റെ സന്ദേശം മനുഷ്യർക്കുള്ള മാർഗദർശനമാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിർത്തിവെച്ചുകൊണ്ട് പ്രസംഗ വിരാമം കുറിക്കാം. നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഖുർആനിന്റെ സന്ദേശം മനുഷ്യർക്കുള്ള മാർഗദർശനമാണ്. അതൊരു കാലഘട്ടത്തിനോ ഒരു സമൂഹത്തിനോ വേണ്ടി മാത്രം അവതരിപ്പിച്ചതല്ല. മനുഷ്യനായിരിക്കുന്നിടത്തോളം അവനോട് സഞ്ചരിക്കുന്ന ജീവിക്കുന്ന സന്ദേശമാണ് ഖുർആൻ. അറിവിന്റെയും അജ്ഞതയുടെയും നീതിയുടെയും അനീതിയുടെ പ്രകാശത്തിന്റെയും നടുവിൽ വഴി കാണിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. ഖുർആൻ മനുഷ്യനെ ആദ്യമായി വിളിക്കുന്നത് അവനാരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. മനുഷ്യൻ ഈ വിശാലമായ പ്രപഞ്ചത്തിലേക്ക് യാചകനായി വീഴുന്നതല്ല, മറിച്ച് ഉത്തരവാദിത്വത്തോടെ സൃഷ്ടിക്കപ്പെട്ട ഒരാളാണ്. അവന് ചിന്തിക്കാനുള്ള ബുദ്ധിയും തിരിച്ചറിയാനുള്ള ഹൃദയവും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തോടൊപ്പം ഉത്തരവാദിത്വമുണ്ടെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും അർത്ഥം മനസ്സിലാക്കി ജീവിക്കണമെന്നാണ് ഖുർആന്റെ നിർദ്ദേശം. ഖുർആൻ മനുഷ്യനകത്തേക്ക് നോക്കാൻ പഠിപ്പിക്കുന്നു. പുറം ലോകത്തെ വിജയങ്ങളിലേക്കാൾ പ്രധാനമാണ് അകത്തെ ലോകത്തെ നിയന്ത്രിക്കുക എന്നത് പഠിപ്പിക്കുന്നുണ്ട്. അഹങ്കാരം, അസൂയ, ക്രൂരത എന്നീ രോഗങ്ങൾ മനുഷ്യ ഹൃദയത്തെ തകർക്കുന്ന സന്ദേശമാണെന്ന് ഖുർആൻ നമുക്ക് പറയുന്നുണ്ടല്ലോ. അതിനു പകരം വിനയം, കരുണ, നീതി എന്നീ ഗുണങ്ങളെ മനുഷ്യനെ ഉയർത്തുന്ന പടവുകളാണെന്ന് അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഗ്രന്ഥം മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. കുടുംബബന്ധം, സാമൂഹിക ബന്ധം, ഭരണകൂട ബന്ധങ്ങൾ എല്ലാം നീതിയുടെയും ഉത്തരവാദിത്വത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണമെന്നാണ് ഖുർആന്റെ നിർദ്ദേശം. അതല്ല അല്ലാഹു തആല പറഞ്ഞത്, ഫലാ തഖല്ലുഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ മാതാപിതാക്കളോട് എന്ന വാക്ക് പോലും പറയാൻ പാടില്ല. അനാഥരെ സംരക്ഷിക്കാനും ദുർബലരെ കൈപിടിക്കാനും അനീതിക്കെതിരെ ഉറച്ചു നിൽക്കാനും ഖുർആൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നുണ്ട്. വിശ്വാസം ആരാധനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതേ പെരുമാറ്റത്തിലും പ്രതിഫലിക്കണമെന്നാണ് ഖുർആന്റെ നിർദ്ദേശം. ഖുർആൻ മനുഷ്യനെ അകത്തേക്ക് നോക്കാൻ പഠിപ്പിക്കുന്നു. എന്നാൽ നമുക്കറിയാമല്ലോ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഉത്തമർ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണെന്ന് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അന്ധവിശ്വാസത്തിന്റെയും അനുകൂല ചിന്തയെയും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല, മറിച്ച് വിവേചന ശക്തിയെയും ബുദ്ധിയെയും ഉണർത്തുകയാണ് ഖുർആൻ ചെയ്യുന്നത്. നാം ഏവരും ഇന്ന് ഈ ഖുർആൻ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ കാണാം, ഈ സമൂഹത്തിലെ ഖുർആൻ ഓതുന്നവരായി നമുക്ക് ഏവരും കാണാവുന്നതാണ്. അല്പം മാത്രമേ ആൾക്കാരുകൾ നമുക്ക് മാത്രം ഈ ലോകത്ത് നമുക്കിന്ന് കാണാൻ കഴിയുകയുള്ളൂ. എന്തിനേറെ ഖുർആൻ പഠിക്കുന്നത് വരെ പറഞ്ഞു കൊടുക്കുന്നത് വരെയും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ സ്ഥാനമുണ്ടെന്ന് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വിഷയത്തെ നല്ല നിലയിൽ ചർച്ച ചെയ്യാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.